എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ കറിയാണ്. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടേണ്ടത് എല്ലാ കറിയിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ഉപ്പ്. പിന്നെ രണ്ടാമത്തത് പച്ചമുളകാണ് കേട്ടോ. പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങ കേട്ടോ. പിന്നെ തേങ്ങ ചിരണ്ടിയത്. പിന്നെ അതിനുശേഷം വറ്റൽ മുളക്, അതിനുശേഷം കടുക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ളത് കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പം നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പം കുറച്ച് ഉള്ളി, ഞാൻ ജീരകം നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായി. നമ്മൾ 2 ഉള്ളി ഉണ്ടായി. ഇനി കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുറച്ച് അടിച്ചെടുക്കാം. നമുക്കിത് നമ്മളിപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, കുറച്ച് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി വെന്തതിന് ശേഷം നമുക്ക് കാണാം. മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്ന തേങ്ങ അരച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നോക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സിമ്മിൽ നമ്മളിപ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തൈര് കുറച്ച് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ തിളകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വറവ് ചെയ്യാൻ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വറവ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലേ ഈ ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.